സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? കഴിഞ്ഞ ക്ലാസ് നമ്മൾ ടെക്നിക്കൽ ടേംസ് പഠിച്ചായിരുന്നു, അതുപോലെ തന്നെ ഇൻഗ്രീഡിയൻസും ബ്രിക്കും പഠിച്ചായിരുന്നു. ഇത് കണ്ടിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോ ഒന്ന് കാണുക. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ബ്രിക്ക് മേസണറിയെ കുറിച്ചിട്ടാണ്. അതായത് മെയിനായിട്ട് ഒരു 4 ബോണ്ടാണ് നമുക്കുള്ളത്. 4 അല്ല, കുറേ ഏറെ ഉണ്ട്, പക്ഷെ മെയിനായിട്ടുള്ള 4 ബോണ്ടാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ആ മെയിനായിട്ടുള്ള 4 ബോണ്ട്? ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സ്ട്രെച്ചർ ബോണ്ട്. ഏത് ബോണ്ടാണ്? സ്ട്രെച്ചർ ബോണ്ട്. അപ്പൊ സ്ട്രെച്ചർ എന്താന്ന് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തത് ഹെഡർ ബോണ്ട്. ഹെഡർ ബോണ്ട്. അടുത്തത് ഇംഗ്ലീഷ് ബോണ്ട്. ഇംഗ്ലീഷ് ബോണ്ട്. ആൻഡ് ഫോർത്ത് വൺ ഫ്ലെമിഷ് ബോണ്ട്. ഏതാണ്? ഫ്ലെമിഷ് ബോണ്ട്. ഈ ഫ്ലെമിഷ് ബോണ്ടിനകത്ത് ഇതിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഏതൊക്കെയാ? സിംഗിൾ ഫ്ലെമിഷ് ബോണ്ടും ഡബിൾ ഫ്ലെമിഷ് ബോണ്ടും. സിംഗിൾ ഫ്ലെമിഷ് ബോണ്ട് ആൻഡ് ഡബിൾ ഫ്ലെമിഷ് ബോണ്ട്. അപ്പൊ നമുക്ക് ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള ബോണ്ടുകൾ. സ്ട്രെച്ചർ ബോണ്ട്, ഹെഡർ ബോണ്ട്, ഇംഗ്ലീഷ് ബോണ്ട്, ഫ്ലെമിഷ് ബോണ്ട്. അതിനകത്ത് 2 ഡിവിഷൻസ് ഏതൊക്കെയാണ്? സിംഗിൾ ഫ്ലെമിഷ് ബോണ്ട് ആൻഡ് ഡബിൾ ഫ്ലെമിഷ് ബോണ്ട്. നമുക്ക് ഇതിനകത്ത് ഓരോന്നിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പൊ ആദ്യത്തേത് സ്ട്രെച്ചർ ബോണ്ടാണ്. അപ്പൊ സ്ട്രെച്ചർ ബോണ്ട് എന്താണെന്ന് നോക്കാം. ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്, ഇതൊരു എലിവേഷൻ ആണ്. ഒരു വാളിന്റെ എലിവേഷൻ ഞാൻ വരച്ചേക്കും. എലിവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള ആ വ്യൂ ആണ് എലിവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ എലിവേഷൻ നോക്കുമ്പോൾ സ്ട്രെച്ചർ ബോണ്ട്. അപ്പൊ ഇതിനകത്ത് എന്തേ ഉള്ളൂ? സ്ട്രെച്ചർ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ നോക്കിയേ, ഇതൊരു സ്ട്രെച്ചർ ആണ്, ഇത് സ്ട്രെച്ചർ ആണ്, ഇത് അങ്ങോട്ട് കണ്ടിന്യൂസ് പോകുന്ന ആ കോഴ്സിൽ ഫുള്ള് എന്താണ്? സ്ട്രെച്ചർ ആണ്. അതായത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു കോഴ്സിൽ സ്ട്രെച്ചർ മാത്രം പ്ലേസ് ചെയ്യത്തുള്ളൂ. പക്ഷേ ഇവിടെ നോക്കിയ സെക്കൻഡ് കോഴ്സിൽ വരുമ്പം ഇവിടെ നമ്മളുടെ ഒരു ഹാഫ് ബാറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട് ഹാഫ് ബാറ്റ് ഉപയോഗിച്ചേക്കെന്ന് ചോദിച്ചാൽ, നമ്മൾ വെർട്ടിക്കൽ ജോയിന്റ്സ് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് എന്ത് ഉപയോഗിച്ചേക്കുന്നത്? ഈ ഹാഫ് ബാറ്റ് നമ്മളിവിടെ ഉപയോഗിച്ചേക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു ഹാഫ് ബാറ്റ് വെച്ചാൽ ബാക്കിയെല്ലാം എന്ത് തന്നെയാണ്? സ്ട്രെച്ചർ മാത്രമാണ് നമ്മൾ വെച്ചേക്കുന്നത്. ഇത് സ്ട്രെച്ചർ ആണ്, ഇത് സ്ട്രെച്ചർ ആണ്, ഇതെല്ലാം സ്ട്രെച്ചർ ആണ്. ഓക്കെ, ഇതെല്ലാം സ്ട്രെച്ചറാണ്. ഇതെന്താ വെച്ചേക്കുന്നത്? ഒരു ഹാഫ് ബാറ്റ് ആണ് ഇവിടെ നമ്മൾ വെച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് അതിന് വെർട്ടിക്കൽ ജോയിന്റ്സ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ഇത് ഫുൾ എന്താണ്? സ്ട്രെച്ചർ. ഈച്ച് കോഴ്സിനകത്ത് എന്താണ്? സ്ട്രെച്ചർ ആണ്. നമ്മൾ ഓരോ പർട്ടിക്കുലർ കോഴ്സ് എടുത്ത് നോക്കുവാണെങ്കിൽ സ്ട്രെച്ചർ മാത്രമേ ഉള്ളൂ. ഇത് ഹാഫ് ബാറ്റ്. അതേപോലെ നമ്മളിത് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഹാഫ് ബ്രിക്ക് വാളിന് വേണ്ടിയിട്ടാണ്. ഹാഫ് തിക്ക് വാൾ. നമ്മൾ ക്വസ്റ്റ്യൻസ് PSC ചോദിച്ചിട്ടുണ്ട്, ഏതാണ് ഒരു ഹാഫ് ബ്രിക്ക് വാൾ ഉപയോഗിക്കുന്നത്? നമ്മൾ സ്ട്രെച്ചർ ബോണ്ടാണ് നമ്മൾ അതിന് ഉപയോഗിക്കുന്നത്. അപ്പൊ എന്താണെന്ന് മനസ്സിലായല്ലോ? സ്ട്രെച്ചർ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയ സ്ട്രെങ്ത് ഒന്നുള്ള വാളല്ല. ഓക്കെ, അത് ഓർത്തിരിക്കുക. സ്ട്രെച്ചർ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഈ കോഴ്സിനകത്ത് സ്ട്രെച്ചർ ആണ്. നമ്മൾ അടുത്തത് വരുമ്പോൾ കണ്ടിന്യൂസ് വെർട്ടിക്കൽ ജോയിന്റ്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി അത് ഹാഫ് ബാറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതാണ് സ്ട്രെച്ചർ ബോണ്ട്. അടുത്ത ഹെഡർ ബോണ്ട്. ഹെഡർ ബോണ്ട് സ്ട്രെച്ചർ ബോണ്ടിനകത്ത് എന്തായിരുന്നു? നമുക്ക് കോഴ്സിനകത്ത് ഈച്ച് കോഴ്സിനകത്ത് നമ്മൾ സ്ട്രെച്ചർ ആയിരുന്നു വെച്ചത്. അപ്പൊ ഇവിടെ ഹെഡർ ബോണ്ടിനകത്ത് എന്താ? ഓരോ കോഴ്സിനകത്ത് നമ്മൾ എന്ത് മാത്രമേ പ്ലേസ് ചെയ്യത്തുള്ളൂ? ഹെഡർ മാത്രമേ പ്ലേസ് ചെയ്യത്തുള്ളൂ. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇത് ഹെഡർ ആണ്, ഇത് ഹെഡർ ആണ്, ഇത് ഹെഡർ, ഇതെല്ലാം ഹെഡർ ആണ്. പക്ഷെ സെക്കൻഡ് കോഴ്സ് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് നമ്മൾ വെച്ചിട്ടുണ്ട്? ഇവിടെ നമ്മളൊരു 3/4 ബാറ്റ് വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തിനാ നമ്മളൊരു 3/4 ബാറ്റ് വെച്ചേക്കുന്നത്? അപ്പം എന്താണ് നമ്മൾ കഴിഞ്ഞതിനകത്ത് പറഞ്ഞായിരുന്നു, അവിടെ ഒരു ഹാഫ് ബാറ്റ് ആയിരുന്നു യൂസ് ചെയ്തത് സ്ട്രെച്ചർ ബോർഡിൽ. അപ്പൊ ഇത് ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഇത് നമ്മൾ വെർട്ടിക്കൽ ജോയിന്റ്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെയും ഈ 3/4 ബാറ്റ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ബാറ്റ് ഏതാ? 3/4 ബാറ്റ് ആണ്. ബാക്കിയെല്ലാം ഏതേ വരത്തുള്ളൂ? ഇതെല്ലാം ഹെഡർ തന്നെ. ബാക്കിയെല്ലാം ഹെഡറും. ഇവിടെ മാത്രം ഒരു 3/4 ബാറ്റ് യൂസ് ചെയ്യും. അപ്പൊ അടുത്ത കോഴ്സ് ആകുമ്പോഴതാ ഇത് സെയിം തന്നെ. ഇവിടെ ഇതേ വരുന്ന കോഴ്സ് സെയിം തന്നെയാണ് ഇത്. അപ്പോൾ ഓൾട്ടർനേറ്റ് ആയിട്ട് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് പോകും. അപ്പോൾ ബാക്കി എല്ലാ ഹെഡർ തന്നെയാണ്. ഈ ഒരു ഭാഗം മാത്രം നമ്മൾ 3/4 ബാറ്റ് ഉപയോഗിക്കുക. അപ്പോൾ അതാണ് ഈച്ച് കോഴ്സ് കണ്ടേ ഹെഡർ. അപ്പോൾ 3/4 ബാറ്റ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊരു ലോഡ് ബിയറിംഗ് വാളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. എന്താണ് ലോഡ് ബിയറിംഗ് വാൾ അല്ല, കാര്യം എന്ന് ഇതിനകത്ത് വലിയൊരു സ്ട്രെങ്ത് ഇല്ല ഈ വാളിന്. സ്ട്രെച്ചർ വാളും അത് തന്നെ, ഇതും ഹെഡർ വാളും അത് തന്നെ. ഒരു ലോഡ് ബിയറിംഗ് വാളൊന്നുമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് മനസ്സിലായല്ലോ ഹെഡർ എന്താണെന്ന്. അപ്പോൾ ഹെഡർ കോഴ്സ് എന്ന് പറഞ്ഞാൽ, ഹെഡർ ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ കോഴ്സിലും ഹെഡർ ആയിരിക്കും പ്ലേസ് ചെയ്യുന്നത്. കണ്ടിന്യൂസ് വെർട്ടിക്കൽ ജോയിന്റ്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ 3/4 ബാറ്റ് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഓരോ ഓൾട്ടർനേറ്റീവ് കോഴ്സും ഇത് സെയിം തന്നെ റിപ്പീറ്റ് ചെയ്യും. ഇനി നമുക്ക് അടുത്ത ഇംഗ്ലീഷ് ബോണ്ട് എന്താണെന്ന് നോക്കാം.
ഇംഗ്ലീഷ് ബോണ്ട് എന്ന് പറഞ്ഞാൽ സ്ട്രോങ്ങസ്റ്റ് ബോണ്ടാണ്. ഏതാണ്? ബോണ്ടിനകത്ത് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ബോണ്ടാണ് ഇംഗ്ലീഷ് ബോണ്ട് എന്ന് പറയുന്നത്. അപ്പം ഇംഗ്ലീഷ് ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രോങ്ങസ്റ്റ് ബോണ്ടാണ്. അടുത്ത എന്താണ് ഇംഗ്ലീഷ് ബോണ്ട്? ഇതാണ് അതിന്റെ എലിവേഷൻ. നമ്മൾ നോക്കിയേ, ഓരോ കോഴ്സിൽ നോക്കിയേ, ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള കോഴ്സിൽ ഹെഡറും സ്ട്രക്ചറും വരും. നമ്മൾ കഴിഞ്ഞ പഠിച്ച ഹെഡർ ബോണ്ടും സ്ട്രക്ചർ ബോണ്ടും പഠിച്ചത് സ്ട്രക്ചർ ആണെന്നുണ്ടെങ്കിൽ സ്ട്രക്ചർ മാത്രവും ഹെഡർ ആണെന്നുണ്ടെങ്കിൽ ഹെഡർ, അങ്ങനെയായിരുന്നു നമ്മൾ കഴിഞ്ഞതിനകത്ത് പഠിച്ചത്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ഒരു കോഴ്സിൽ സ്ട്രക്ചർ ആണെങ്കിൽ അടുത്ത കോഴ്സിൽ എന്തായിരിക്കും വരുന്നത്? ഹെഡർ ആയിരിക്കും. ഇത് നോക്കിയേ, ഇത് സ്ട്രക്ചർ ആണ്, ഇതെല്ലാം സ്ട്രക്ചറാണ്. ഇതെന്താ വരുന്നത്? ഹെഡർ ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ഒരു കാര്യം അറിയാം, ഇങ്ങനെ നമുക്ക് ഹെഡറും സ്ട്രക്ചറും മാത്രമായിട്ട് പ്ലേസ് ചെയ്ത് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് എന്ത് വരും? വെർട്ടിക്കൽ ജോയിന്റ്സ് വരും. അപ്പൊ അത് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ എന്താണ് ഉപയോഗിച്ചേക്കുന്നത്? ഒരു ക്യൂവിൻ ക്ലോസർ വെച്ചിട്ടുണ്ട്. ഏത് കഴിഞ്ഞിട്ട്? ഒരു കോയിൻ ഹെഡർ കഴിഞ്ഞിട്ട് നമ്മളൊരു ക്യൂവിൻ ക്ലോസർ വെച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് ക്യൂവിൻ ക്ലോസർ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. അതുപോലെ കോയിൻ ഹെഡർ എന്താണെന്ന് അറിയാം അല്ലെ? നമ്മൾ ഇവിടെ ഒരു ഹെഡർ വെച്ചു. അതായത് കോയിൻ എന്ന് പറഞ്ഞാൽ എന്താ? കോയിൻ എന്ന് പറഞ്ഞാൽ വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് കോർണർ എന്നാ. അപ്പം കോയിൻ ഹെഡർ എന്ന് പറഞ്ഞാൽ കോർണർ വെക്കുന്ന ഹെഡർ. അപ്പൊ ഈ കോർണർ വെച്ചേക്കുന്ന ഈ ഹെഡർ വെച്ചിട്ട് അതിന് ശേഷം നമ്മൾ എന്ത് വെക്കും? ഇവിടെ ഒരു എന്താണ് വെക്കുന്നത്? ഒരു ക്യൂവിൻ ക്ലോസർ വെക്കും. ഒരു ക്യൂവിൻ ക്ലോസർ വെച്ചതിന് ശേഷം നമ്മൾ പിന്നെ ഹെഡർ പ്ലേസ് ചെയ്യും. അതേപോലെ അടുത്ത കോഴ്സിൽ എന്താവും? ഈ സ്ട്രക്ചർ മാത്രം. എഗെയിൻ നമ്മൾ എന്ത് വരും? ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തു. ഈ ഒരു ഇതിപ്പം ഫസ്റ്റ് സെക്കൻഡ്, അപ്പൊ ഇവിടെ ഏതേ വരത്തുള്ളൂ? ഫസ്റ്റ് സെക്കൻഡ്, ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. റിപ്പീറ്റ് ചെയ്ത് വരും. അടുത്തത് ക്യൂവിൻ ക്ലോസർ പ്ലേസ് നെക്സ്റ്റ് ടു ദ കോയിൻ ഹെഡർ. അടുത്ത് നമുക്ക് ഇവിടെ മോട്ടാർ ജോയിന്റ്. നമുക്ക് ഇത് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും, ഇതിനകത്ത് എന്താണ്? ഇതിന്റെ ജോയിന്റ്സ് കുറവാണ് സ്ട്രക്ചറിനകത്ത്. പക്ഷെ ഹെഡറിനകത്ത് വരുമ്പം ഇവിടെ എന്താണ്? ഈ ജോയിന്റ്സ് കൂടുതലാണ്. അപ്പൊ നമുക്ക് എന്ത് കൂടുതൽ വേണ്ടി വരും? ഇവിടെ മോട്ടാർ നമുക്ക് കൂടുതൽ വേണ്ടി വരും. അതാ പറഞ്ഞത്, മോട്ടാർ ജോയിന്റ്സ് ലെസ് ഇൻ സ്ട്രക്ചർ കോഴ്സ്. സ്ട്രക്ചർ കോഴ്സിൽ മോട്ടാർ നമുക്ക് കുറവും, അതേപോലെ തന്നെ കൂടുതൽ എവിടെ വേണ്ടത്? ഹെഡർ കോഴ്സ് വരുമ്പോൾ നമുക്ക് മോട്ടാർ കൂടുതലും, അതായത് നമുക്ക് ജോയിന്റ്സും അതിനകത്ത് കൂടുതൽ വരും. അതേപോലെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇവിടെ ഈ ക്ലോസർ ഒക്കെ വെച്ചേക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ബാറ്റ് എല്ലാം വെച്ചേക്കുന്ന ഏത് കോഴ്സിലാണ്? ഹെഡർ കോഴ്സിലാണ് നമ്മൾ എന്ത് വെച്ചേക്കുന്നത്? ക്യൂവിൻ ക്ലോസർ. ഓക്കെ, ഹെഡർ കോഴ്സിൽ മാത്രമേ നമ്മൾ എന്ത് വെക്കത്തുള്ളൂ? ഈ ക്യൂവിൻ ക്ലോസർ ഒക്കെ വെക്കത്തുള്ളൂ. സ്ട്രക്ചർ കോഴ്സിൽ വെക്കത്തില്ല. അപ്പൊ ഇത്രയും കാര്യം ഒന്ന് ഓർത്തിരിക്കാലോ. സ്ട്രോങ്ങസ്റ്റ് ബോണ്ടാണ്. ഓൾട്ടർനേറ്റീവ് കോഴ്സിൽ എന്ത് വരും? ഹെഡേഴ്സ് ആൻഡ് സ്ട്രക്ചേഴ്സ് പ്ലേസ് ഇൻ ഓൾട്ടർനേറ്റ് കോഴ്സ്. നമുക്ക് ഈ ഒരു പോയിന്റ് ഓർത്തിരിക്കുകയാണെങ്കിൽ തന്നെ ബാക്കി എല്ലാ പോയിന്റും കിട്ടും. അതുകൊണ്ട് ഇതൊരു മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇത് തന്നെ ഓർത്തിരിക്കുക. പിന്നെ ക്യൂവിൻ ക്ലോസർ എവിടെയാണ് പ്ലേസ് ചെയ്യുന്നത്? നെക്സ്റ്റ് ടു ദ കോയിൻ ഹെഡർ. കോയിൻ ഹെഡർ എന്താണെന്ന് ഞാൻ പറഞ്ഞു. നെക്സ്റ്റ് മോട്ടാർ ജോയിന്റ്സ് ലെസ് സ്ട്രക്ചർ കോഴ്സിലും മോർ ഹെഡർ കോഴ്സിലും ആയിരിക്കും വരുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഇംഗ്ലീഷ് ബോണ്ട്. ഇനി അടുത്ത് നമുക്ക് ഫ്ലെമിഷ് ബോണ്ട് എന്താണെന്ന് നോക്കാം. ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറഞ്ഞാൽ ഇതൊരു ഗുഡ് അപ്പിയറൻസ് ആയിരിക്കും ഇതിന്. ഇംഗ്ലീഷ് ബോണ്ട് പറഞ്ഞപ്പോൾ അതിനെന്താണ്? അത് സ്ട്രോങ്ങസ്റ്റ് ബോണ്ടാണ്. പക്ഷേ ഫ്ലെമിഷ് ബോണ്ടിൽ എന്താണ്? ഇത് നമുക്കൊരു ഗുഡ് അപ്പിയറൻസ് ആയിരിക്കും. കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ബോണ്ടാണ് ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറഞ്ഞാൽ. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിയേ, ഇതൊരു കോഴ്സാണ്. ഇതിനകത്ത് എന്തുണ്ട്? ഒരു സ്ട്രക്ചറും ഉണ്ട്, ഒരു ഹെഡറും ഉണ്ട്. സ്ട്രക്ചറും ഉണ്ട്, ഹെഡറും ഉണ്ട്. ഓക്കെ, ഒരു കോഴ്സിൽ തന്നെ സ്ട്രക്ചറും ഹെഡറും വരും. അപ്പൊ ഇവിടെ എന്തായിരിക്കും? ഇതൊരു ബാറ്റ് ആയിരിക്കും, ഇതൊരു ഹാഫ് ബാറ്റ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് എന്താണ്? ഒരു ക്ലോസർ വെക്കും. അതിനുശേഷം എന്താ വരുന്നത്? ക്യൂൻ ക്ലോസർ വെച്ചതിന് ശേഷം പിന്നെ സ്ട്രക്ചർ ഹെഡർ, സ്ട്രക്ചർ ഹെഡ്, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതെന്താ? ഇതും സെയിം ആണ്. ഈ കോഴ്സും സെയിം തന്നെ ആയിട്ട്. അപ്പൊ എന്താണ് വരുന്നത്? ഈച്ച് കോഴ്സിലും, ഓരോ കോഴ്സിലും ഇവിടെ സ്ട്രക്ചർ ഹെഡർ, സ്ട്രക്ചർ ഹെഡർ. അടുത്ത കോഴ്സ് വരുമ്പോൾ ഇവിടെ ഒരു ഹാഫ് ബാറ്റ് വെച്ചതിന് ശേഷം പിന്നെ എന്ത് വരും? ഇവിടെ നമ്മൾ ക്യൂൻ ക്ലോസർ വെക്കും. അതിനുശേഷം സ്ട്രക്ചർ ഹെഡർ സ്ട്രക്ചർ. അപ്പൊ ഇത് തന്നെ അങ്ങനെ കണ്ടിന്യൂ ചെയ്തു. ഇതാണ് ഫ്ലെമിഷ് ബോണ്ട്. അപ്പൊ ഇംഗ്ലീഷ് ബോണ്ട് ഫ്ലെമിഷ് ബോണ്ട് നമ്മൾ തിരിഞ്ഞു പോരുത്. ഇത് ഓർത്തിരുന്നാൽ മതി, ഫിഗർ ഓർത്തിരുന്നാൽ മതി. ഹെഡർ നമ്മൾ എവിടെയാണ് വെക്കുന്നത്? സെന്റർ ഓഫ് ദി സ്ട്രക്ചർ. നോക്കിക്കേ, ഇപ്പൊ ഒരു സ്ട്രക്ചറാണ്, ഇതൊരു സ്ട്രക്ചറാണ്. ഇത് നോക്കി ഇവിടെ വെച്ചേക്കുന്നത് ഇതിന്റെ കറക്റ്റ് സെന്ററിലാണ് നമ്മൾ എന്ത് വെച്ചേക്കുന്നത്? ഈ ഹെഡർ വെച്ചേക്കുന്നത്. അപ്പം ഹെഡർ എവിടെ വെക്കുന്നത്? ഈ സ്ട്രക്ചറിന്റെ സെൻട്രൽ പോർഷനിലാണ് നമ്മൾ എന്ത് വെച്ചേക്കുന്നത്? ഹെഡർ വെച്ചേക്കുന്നത്. അപ്പം മെയിൻ പോയിന്റ്സ് ഗുഡ് അപ്പിയറൻസ് ആണ്. ഓരോ കോഴ്സിൽ തന്നെ എന്തൊക്കെ കാര്യം? സ്ട്രക്ചർ ആൻഡ് ഹെഡർ. ഓക്കെ, അത് ഓരോ കോഴ്സിലും അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ ഹെഡർ എവിടെ വെച്ചേക്കുന്നത്? സെന്റർ ഓഫ് ദി സ്ട്രക്ചർ.
ഇനി നമുക്ക് ഈ ഫ്ലെമിഷ് ബോണ്ട് തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ സിംഗിൾ ഫ്ലെമിഷ് ബോണ്ടും രണ്ടെന്ന് പറഞ്ഞാൽ എന്താണ് ഡബിൾ ഫ്ലെമിഷ് ബോണ്ട്. അപ്പൊ നമുക്ക് അതുകൂടെ നോക്കാം എന്താണ്. സിംഗിൾ ഫ്ലെമിഷ് ബോണ്ടിൽ ഫ്രണ്ട് എലിവേഷൻ ഏതായിരിക്കും? ഫ്ലെമിഷ് ബോണ്ട് ആയിരിക്കും. അതിന്റെ ഫ്രണ്ട് എലിവേഷൻ ഫ്ലെമിഷ് ബോണ്ട്. അപ്പൊ ഫ്രണ്ടും ബാക്കും തമ്മിൽ ഡിഫറൻസ് വരുമ്പോൾ എങ്ങനെ വരുമ്പോഴാ, അതായത് 1 ബ്രിക്ക് വാളിനേക്കാൾ, അതായത് മോർ ദാൻ 1 ബ്രിക്ക് വാൾ വരുമ്പോൾ മാത്രമേ ഫ്രണ്ട് എലിവേഷനും ബാക്ക് എലിവേഷനും മാറത്തുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഒരേ ഒരു തിക്ക് വാളാണെങ്കിൽ ഫ്രണ്ടും ബാക്കും ഒരുപോലെ തന്നെ വരത്തുള്ളൂ. അപ്പൊ നമ്മൾ മോർ ദാൻ 1 വാൾ ബ്രിക്ക് തിക്നെസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വരും? അതിന്റെ ഫ്രണ്ടും ബാക്കും എലിവേഷൻ മാറി വരും. അപ്പം സിംഗിൾ ഫ്ലെമിഷ് ബോണ്ടിനകത്ത് ഫ്രണ്ട് എലിവേഷൻ ഫ്ലെമിഷ് ബോണ്ട് ആയിരിക്കും. അപ്പൊ ഇത് ഓർത്തിരിക്കാനായിട്ട് ഫ്രണ്ട് എഫ്, ഫ്ലെമിഷ് എഫ്. അപ്പം ഫ്രണ്ട് എലിവേഷൻ ഫ്ലെമിഷ് ബോണ്ട്, ബാക്ക് എലിവേഷൻ ഇംഗ്ലീഷ് ബോണ്ടും ആയിരിക്കും. അതിന്റെ ബാക്ക് എലിവേഷൻ നോക്കുമ്പോൾ നമുക്ക് ഇംഗ്ലീഷ് ബോണ്ടും ഫ്രണ്ട് എലിവേഷൻ നോക്കുമ്പോൾ ഫ്ലെമിഷ് ബോണ്ടും ആയിരിക്കും. ഇപ്പൊ ഞങ്ങളുടെ ഫിഗർ വരയ്ക്കാൻ നമുക്ക് ഇംഗ്ലീഷ് ബോണ്ട് എന്താണെന്നും ഫ്ലെമിഷ് ബോണ്ട് എന്താണെന്നും അറിയാം. അത് കാരണമാണ്. അടുത്തത് നമുക്ക് എന്താ, മോർ ദാൻ 1 ബ്രിക്ക് വാൾ ആയിട്ടായിരിക്കും ഇത് യൂസ് ചെയ്യുന്നത്. സിംഗിൾ ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറയുന്നത് മോർ ദാൻ 1 ബ്രിക്ക് വാൾ ആണ്. ഇനി നമുക്കെന്ന് പറഞ്ഞ് ഇതിന്റെ സ്ട്രെങ്ത് ഏതാണ്? ഇതിന് വരുന്ന സ്ട്രെങ്ത് ഇംഗ്ലീഷ് ബോണ്ടിന്റെ ആയിരിക്കും. സ്ട്രെങ്ത് ഏതാണ്? ഇംഗ്ലീഷ് ബോണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു ഇംഗ്ലീഷ് ബോണ്ട് എന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത് ആണ്, സ്ട്രെങ്ത് ബോണ്ടാണ്. അപ്പൊ ഇംഗ്ലീഷ് ബോണ്ടിന്റെ സ്ട്രെങ്തും അപ്പിയറൻസ് ഏതിന്റെയാണ്? അപ്പിയറൻസ് ഫ്ലെമിഷ് ബോണ്ട്. സ്ട്രെങ്ത് ഇംഗ്ലീഷ് ബോണ്ടിന്റെതും അപ്പിയറൻസ് ഫ്ലെമിഷ് ബോണ്ടിന്റെ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണ് ഇത്. അപ്പം സിംഗിൾ ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ? ഫ്രണ്ട് എലിവേഷൻ ഫ്ലെമിഷ് ബോണ്ടിന്റെതും ബാക്ക് എലിവേഷൻ ഇംഗ്ലീഷ് ബോണ്ടും ആയിരിക്കും. ഇത് എവിടെ യൂസ് ചെയ്യുന്നത്? മോർ ദാൻ 1 ബ്രിക്ക് വാൾ തിക്നെസ്സിൽ. ഒരു ബ്രിക്ക് അല്ല, മോർ ദാൻ 1 വാൾ ബ്രിക്ക് വരുമ്പോഴാണ് നമ്മൾ സിംഗിൾ ഫ്ലെമിഷ് ബോണ്ട് യൂസ് ചെയ്യുന്നത്. സ്ട്രെങ്ത് ഇംഗ്ലീഷ് ബോണ്ടിന്റെതും അപ്പിയറൻസ് ഫ്ലെമിഷ് ബോണ്ടിന്റെ ആയിരിക്കും. സ്ട്രെങ്ത് ഇംഗ്ലീഷ് ബോണ്ടിന്റെതും അപ്പിയറൻസ് ഫ്ലെമിഷ് ബോണ്ടിന്റെ ആയിരിക്കും. ഇനി നമുക്ക് ഡബിൾ ഫ്ലെമിഷ് ബോണ്ട് എന്താണെന്ന് നോക്കാം. ഡബിൾ ഫ്ലെമിഷ് ബോണ്ട് നോക്കുവാണെങ്കിൽ നമ്മൾ സിംഗിൾ ഫ്ലെമിഷ് ബോണ്ടില് പിന്നെ ഫ്രണ്ട് എലിവേഷൻ ഒന്നും ബാക്ക് എലിവേഷൻ വേറെ ആയിരുന്നു അല്ലേ? ഇവിടെ എങ്ങനെ വരുന്നത്? ഫ്രണ്ട് ആൻഡ് ബാക്ക് എലിവേഷൻ ആർ സെയിം ലൈക്ക് ഫ്ലെമിഷ് ബോണ്ടാണ്. ഫ്രണ്ട് എലിവേഷനും ഫ്ലെമിഷ് ബോണ്ട് പോലെ തന്നെയാണ്, ബാക്ക് എലിവേഷനും ഫ്ലെമിഷ് ബോണ്ട് പോലെ തന്നെയാണ്. പിന്നെന്താണ് അടുത്ത പോയിന്റ്? മോർ ബ്യൂട്ടിഫുൾ ദാൻ സിംഗിൾ ഫ്ലെമിഷ് ബോണ്ട്. ഇത് എപ്പോഴും സിംഗിൾ ഫ്ലെമിഷ് ബോണ്ടിനേക്കാളും കുറച്ചുകൂടെ ഭംഗിയുള്ളത് ഏതിനാണ്? ഡബിൾ ഫ്ലെമിഷ് ബോണ്ടിനാണ് കുറച്ചുകൂടെ ഭംഗി കൂടുതൽ. അപ്പൊ ഏതൊക്കെയാണ്? ഫ്രണ്ട് ആൻഡ് ബാക്ക് എലിവേഷൻസ് ആർ സെയിം ലൈക്ക് ഫ്ലെമിഷ് ബോണ്ട്. അപ്പൊ നമുക്ക് ഇത് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ സാധ്യതയുള്ള ഒരു പോയിന്റ് ആണ്. മോർ ബ്യൂട്ടിഫുൾ ദാൻ സിംഗിൾ ഫ്ലെമിഷ് ബോണ്ട്. സിംഗിൾ ഫ്ലെമിഷ് ബോണ്ടിനേക്കാളും കുറച്ചുകൂടെ ഭംഗി കൂടുതൽ നമുക്ക് ഡബിൾ ഫ്ലെമിഷ് ബോണ്ടിനാണ്. ഇനി നമുക്ക് അടുത്തത് ഇത്രയാണ് നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞത്. ഇനി ഒരെണ്ണം കൂടെ പറയാം. ഗാർഡൻ വാൾ ബോണ്ട് ഉണ്ട്. അപ്പൊ നമുക്ക് എന്താ ഗാർഡൻ വാൾ ബോണ്ട് എന്ന് കൂടെ നോക്കാം. ഗാർഡൻ വാൾ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഗാർഡൻ വാൾ ഇംഗ്ലീഷ് ബോണ്ട്, ഗാർഡൻ വാൾ ഫ്ലെമിഷ് ബോണ്ട് ആൻഡ് മോങ്ക് ബോണ്ട്. മൂന്നായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഏതിനെ? ഗാർഡൻ വാൾ ബോണ്ട്. അപ്പൊ നമുക്ക് എന്താണ് ഗാർഡൻ വാൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ? ഇതൊരു 1 ബ്രിക്ക് വാൾ ആണ്. ഏതാണ്? 1 ബ്രിക്ക് വാൾ ആണ്. ഇത് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് നമ്മുടെ ഗാർഡനും അതുപോലെ തന്നെ ബൗണ്ടറി വാള് അങ്ങനെയുള്ളതിനാണ് നമ്മൾ ഏത് കൂടുതലായിട്ട് ഗാർഡൻ വാൾ ബോണ്ട് എന്ന് പറഞ്ഞ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അതെന്ന് പറഞ്ഞാൽ ഒരു 2 മീറ്റർ ഹൈറ്റ് വരെയൊക്കെ നമ്മൾ അത് കൺസ്ട്രക്ട് ചെയ്യത്തുള്ളൂ. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഗാർഡൻ വാൾ ഇംഗ്ലീഷ് ബോണ്ട് എന്താണെന്ന് നോക്കാം. ഓരോ കോഴ്സിൽ ഇപ്പൊ ഇത് നോക്കിക്കേ, ഇതൊരു കോഴ്സിൽ ഇതിപ്പോ ആദ്യത്തെ കോഴ്സിൽ എന്താണ്? സ്ട്രെച്ചർ ആണ് വെച്ചേക്കുന്നത്. അടുത്ത കോഴ്സിൽ എന്ത് വരും? ഒരു ബാറ്റ് വെച്ചതിന് ശേഷം പിന്നെ സ്ട്രെച്ചർ തന്നെ. അതിന്റെ അടുത്ത കോഴ്സിൽ എന്താണ്? പിന്നെ സ്ട്രെച്ചർ. അപ്പം ഒരു ഇത് നോക്കിക്കേ, 1 course of header is provided after 3 or 5 structures. ഒരു 3 കോഴ്സിന്റെ സ്ട്രക്ചറോ അതിലെന്തെങ്കിലും ഒരു 5 കോഴ്സ് സ്ട്രക്ചർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യൂ? ഒരു ഹെഡർ കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ. അപ്പൊ ഇതിപ്പോ ഞാനിവിടെ വച്ചേക്കുന്നത് 3 സ്ട്രക്ചർ കോഴ്സ് കഴിഞ്ഞിട്ടാണ് ഹെഡർ കോഴ്സ് വെച്ചേക്കുന്നത്. അതേപോലെ തന്നെ അടുത്തത് പോകുമ്പോഴും ഒരു 3 സ്ട്രക്ചർ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം എന്ത് വരും? ഹെഡർ കോഴ്സ്. നമുക്ക് 3 അതല്ലാന്നുണ്ടെങ്കിൽ 5 സ്ട്രക്ചർ കോഴ്സ്. അത് കഴിയുമ്പോൾ നമുക്ക് എന്ത് വെക്കാം? ഒരു ഹെഡർ കോഴ്സ് വെക്കാം. അതാണ് ഗാർഡൻ വാൾ ഇംഗ്ലീഷ് ബോണ്ട്. അപ്പൊ നമ്മൾ ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത് ബൗണ്ടറിക്കും ഗാർഡനും വേണ്ടിയിട്ടാണ്. ഇതൊരു 1 തിക്ക് ബ്രിക്ക് വാൾ ആണ്. ഓക്കെ, അപ്പൊ നമുക്കിനി ഇത് മനസ്സിലായല്ലോ.
അടുത്തത് ഗാർഡൻ വാൾ ഫ്ലെമിഷ് ബോണ്ട് എന്താണെന്ന് നോക്കാം. എന്താണ് ഗാർഡൻ വാൾ ഫ്ലെമിഷ് ബോണ്ട്? ഇത് നോക്കിയേ, ഈ ഒരു ഫിഗറിനകത്ത് എത്ര സ്ട്രക്ചർ കഴിഞ്ഞിട്ട് ഒരു ഹെഡർ വെച്ചേക്കുന്നത്? 3 സ്ട്രക്ചർ കഴിഞ്ഞില്ല, 3 to 5 വരെ നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ടാണ് എന്ത് വെച്ചേക്കുന്നത്? ഹെഡർ വെച്ചേക്കുന്നത്. എങ്ങനെ? ഈച്ച് ആൻഡ് എവറി കോഴ്സിൽ, ഓരോ കോഴ്സിലും ഇങ്ങനെ ചെയ്തേക്കുന്നത്. ഈ കോഴ്സിലെ കാര്യം, ഈ സ്ട്രക്ചർ വെക്കുന്ന കോഴ്സിൽ ഒരു 3 or 4 5 സ്ട്രക്ചേഴ്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് പ്ലേസ് ചെയ്യുന്നത്? ഒരു ഹെഡർ പ്ലേസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അടുത്ത് നോക്കി, അടുത്ത കോഴ്സിൽ നമ്മൾ ഇതെന്താ? ഇതൊരു ഹെഡർ വെച്ചേക്കുക. ഇതെന്താണ്? ഒരു 3x4 ബാറ്റ് വെച്ചേക്കുവാണ്. ഇതൊരു 3x4 ബ്രിക്കാണ്. പിന്നെ എന്താ വെച്ചേക്കുന്നത്? പിന്നെ വെച്ചേക്കുന്നത് ഹെഡർ. ഓക്കെ, പിന്നെ അടുത്ത എന്താണ്? അടുത്തതും ഹെഡർ, അടുത്തത് ഹെഡർ. അടുത്ത കോഴ്സ് വരുമ്പോൾ ഇത് സ്ട്രക്ചർ 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 ഹെഡർ, ഇങ്ങനെയാണ് പോകുന്നത്. അപ്പം മനസ്സിലായല്ലോ? സ്ട്രക്ചർ ഒരു 3 to 5 സ്ട്രക്ചർ വെക്കും, അതിനുശേഷം ഹെഡർ വെക്കും. നെക്സ്റ്റ് കോഴ്സിൽ വരുമ്പം ആദ്യം ഒരു ഹെഡർ, പിന്നെ ഒരു 3x4 ബാറ്റ്, അതിനുശേഷം ഹെഡർ. അപ്പം നിങ്ങൾ നോക്കിയപ്പം ഈ ഹെഡർ വെച്ചേക്കുന്നത്, ഈ ഹെഡർ എന്ന് പറയുന്നത് ഈ സ്ട്രക്ചറിന്റെ സെന്ററിലാണല്ലോ വെച്ചേക്കുന്നത്. അത് എല്ലാത്തിനകത്തും അതുപോലെ തന്നെ വരുന്നത്. അപ്പൊ എന്താ? ഹെഡർ ഈസ് പ്ലേസ് ടു സെന്റർ ടു ദ സ്ട്രക്ചർ. കണ്ടോ? ഈ ഹെഡർ എന്ന് പറഞ്ഞാൽ ഈ സ്ട്രക്ചറിന്റെ സെന്ററിലാണ് വെച്ചേക്കുന്നത്. അപ്പൊ ഇത് മനസ്സിലായാലോ? ഇത്രയേ ഉള്ളൂ ഫ്ലെമിഷ്, വലിയ പോയിന്റ് ഒന്നുമില്ല. ഇത് മാത്രം ഒന്ന് ഓർത്തിരിക്കുക. സ്ട്രക്ചർ ഹെഡർ ഈസ് പ്ലേസ്ഡ് ആഫ്റ്റർ 3 സ്ട്രക്ചേഴ്സ് ഇൻ ഈച്ച് കോഴ്സ്. ഓരോ കോഴ്സിനകത്തും ഇങ്ങനെയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്? ഹെഡർ വരുമ്പോൾ ഒരു ഹെഡർ, ആഫ്റ്റർ ഒരു 3x4 ബാറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത ലാസ്റ്റ് ആയിട്ട് പഠിക്കുന്നത് മോക്ക് ബോണ്ട് ആണ്. അതും കൂടെ നോക്കാം എന്താണെന്ന്. സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഗാർഡൻ വാൾ ഫ്ലെമിഷ് ബോണ്ട് ആണ്. ഗാർഡൻ വാൾ ഫ്ലെമിഷ് ബോണ്ടിന്റെ ഒരു സ്പെഷ്യൽ ടൈപ്പാണ് മോങ്ക് ബോണ്ട് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്താ നോക്കിയേ, ഈ ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ആദ്യം 2 സ്ട്രക്ചർ പ്ലേസ് ചെയ്തു, അതിന് ശേഷം എന്താ? ഒരു ഹെഡർ, പിന്നെ 2 സ്ട്രക്ചർ, ഒരു ഹെഡർ, പിന്നെ 2 സ്ട്രക്ചർ, അങ്ങനെ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് വരും. അടുത്ത കോഴ്സിൽ നോക്കുവാണെങ്കിൽ ആദ്യം എന്താണ് വെച്ചേക്കുന്നത്? ഇപ്പൊ നോക്കിയേ, ഈച്ച് കോഴ്സ് കണ്ടെയ്ൻ 1 ഹെഡർ ആഫ്റ്റർ 2 സക്സസീവ് സ്ട്രക്ചേഴ്സ്. ഒരു ഹെഡർ, ഈ 2 സ്ട്രക്ചർ കഴിഞ്ഞിട്ട് എന്താ വെച്ചേക്കുന്നത്? ഒരു ഹെഡർ വെച്ചിട്ടുണ്ട്. ഓൾട്ടർനേറ്റ് കോഴ്സ് ക്യൂൻ ഹെഡർ ഫോളോഡ് ബൈ 3-4 ബാറ്റ്. അപ്പൊ നമ്മൾ വെർട്ടിക്കൽ ജോയിന്റ്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു എന്ത് ചെയ്യും? ഒരു 3x4 ബാറ്റ് വെക്കും. ഏതിന് ശേഷം? ഒരു ഹെഡർ, ഒരു ക്യൂൻ ഹെഡർ. ക്യൂൻ ഹെഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർണറിൽ കൊടുക്കുന്ന ഹെഡർ. ഈ ഹെഡർ കഴിയുമ്പോൾ നമ്മൾ എന്താ വെക്കുന്ന? ഒരു 3x4 ബാറ്റ് വെക്കും. ബാക്കിയെല്ലാം ഇതിങ്ങോട്ട് തന്നെ സെയിം തന്നെ സ്ട്രക്ചർ, 2 സ്ട്രക്ചർ കഴിഞ്ഞിട്ട് ഹെഡർ. അപ്പൊ ഇത് എന്തിനു വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത്? ഒരു വെർട്ടിക്കൽ ജോയിന്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഇവിടെ കോയിൻ ഹെഡറും അതേപോലെ 3x4 ബാറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. എന്താണ്? ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഗാർഡൻ വാൾ ബോണ്ടാണ്. ഓരോ കോഴ്സിലും, അതായത് ഓരോ കോഴ്സ് നോക്കുമ്പോഴും 2 സ്ട്രക്ചർ കഴിഞ്ഞിട്ട് ഒരു ഹെഡർ, അങ്ങനെ ആണ് വെക്കുന്നത്. അതിനുശേഷം ഒരു കോയിൻ ഹെഡർ കഴിഞ്ഞതിന് ശേഷം 3x4 ബാറ്റ് വെച്ചതിന് ശേഷമാണ് പിന്നെ എന്ത് വെക്കുന്നത്? 2 സ്ട്രക്ചർ, ഒരു ഹെഡർ. അതേപോലെ തന്നെയാണ് എല്ലാം കെട്ടിപ്പോകുന്നത്. ഇതെന്താ? ഇതാണ് മോങ്ക് ബോണ്ട്. അപ്പൊ നമുക്ക് ഗാർഡൻ വാൾ ബോണ്ടിനകത്ത് 3 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. ഗാർഡൻ വാൾ ഇംഗ്ലീഷ് ബോണ്ട്, ഗാർഡൻ വാൾ ഫ്ലെമിഷ് ബോണ്ട് ആൻഡ് മോങ്ക് ബോണ്ട്. ഇത് 3 എണ്ണം ഉണ്ട്. ഇത് നല്ലപോലെ പഠിച്ചു നോക്കുക. അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള ബോൺസ്. ഇനി കുറേ ഉണ്ട്, പക്ഷെ മെയിൻ ആയിട്ട് ഇത്രയേ ഉള്ളൂ. നമ്മുടെ എക്സാമിനൊക്കെ വരുമ്പോൾ ഇതിനകത്ത് തന്നെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ ഓരോ പോയിന്റും ഒന്ന് ഓർത്ത് വെക്കുക. നിങ്ങൾ കാണുന്ന സമയത്ത് ഈ പോയിന്റ് വൈസ് ആയിട്ടൊന്ന് ഓർത്ത് വെക്കാമെങ്കിൽ നമ്മൾ മറക്കത്തതും ഇല്ല, അതേപോലെ തന്നെ കൺഫ്യൂഷനും ആവാതിരിക്കും. അതേപോലെ ഇനി ഇപ്പം നമുക്ക് ബ്രിക്സിൻ്റെ ആ പാർട്ട് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഞാൻ വേറൊരു ടോപ്പിക്കുമായിട്ട് വരാം. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ചാനലിൻ്റെ പേര് സിവിൽ സ്ക്രീൻ എന്നാണ്. അതെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാനതിന് റിപ്ലൈ തരുന്നതായിരിക്കും. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.